ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക് അരീന. സമീപകാലത്ത് മോശം പ്രകടനമാണ് അതല്ലെങ്കിൽ മോശം ഫോമിലൂടെയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിയുന്നില്ല. കഴിഞ്ഞ BGT സീരീസിൽ ഓസീസിനെതിരെ അദ്ദേഹം മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ഭൂരിഭാഗം മത്സരങ്ങളിലും രോഹിത് ശർമ്മ സിംഗിൾ ഡിജിറ്റിലായിരുന്നു പുറത്തായിരുന്നത്. അതുകൊണ്ട് തന്നെ രോഹിത്തിന് വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. അതേസമയം അദ്ദേഹം ഡൊമസ്റ്റിക് ക്രിക്കറ്റിലേക്ക് മടങ്ങി ഫോം വീണ്ടെടുക്കണമെന്ന് പലരും ഇപ്പോൾ ആവശ്യപ്പെടുന്നുമുണ്ട്. BCCIയും ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എല്ലാ സീനിയർ താരങ്ങളും ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കേണ്ടതുണ്ട് എന്ന നിലപാടാണ് BCCI കൈക്കൊള്ളുന്നത്. ഇതിനിടെ രോഹിത് ശർമ്മ തൻ്റെ ഫോം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് രഞ്ജി ട്രോഫിക്കുള്ള മുംബൈ ടീം വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ട്രെയിനിങ് നടത്തുന്നുണ്ട്. അവരോടൊപ്പം രോഹിത് ചേർന്നിട്ടുണ്ട്. രോഹിത് മുംബൈ ക്യാമ്പിൽ ജോയിൻ ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു. ഇന്ന് അദ്ദേഹം ആ ഒരു ട്രെയിനിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. രോഹിത്തിനെ കൂടാതെ രഹാനെ, ഷർദുൽ താക്കൂർ, അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ എന്നിവരൊക്കെ മുംബൈ ക്യാമ്പിൽ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇനി ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ 5 മത്സരങ്ങളുടെ ഒരു T20 പരമ്പരയാണ് കളിക്കുക. ആ ഒരു ഫോർമാറ്റിൽ നിന്ന് രോഹിത് വിരമിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇംഗ്ലണ്ടിനെതിരെ 3 ഏകദിന മത്സരങ്ങൾ ഇന്ത്യ കളിക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള സ്ക്വാഡിൽ ക്യാപ്റ്റനായിക്കൊണ്ട് രോഹിത് ശർമ്മ ഉണ്ടാകും. അതിന് മുന്നോടിയായി തൻ്റെ ആ ഒരു മികവ് വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ മുംബൈയുടെ ക്യാമ്പിൽ എത്തിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.